തിരുത്തൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരും ഓർമ്മയില്ല മദ്യത്തെ കുറിച്ച് ജീവിത ഭാഗത്തിൽ നിന്നും പോയി. കാരണം ഇവിടെയൊന്നും മറ്റുള്ള എന്താ പറയുക അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സ്ഥലമാണ്, ആ ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികളുടെ ഈ ലഹരി വസ്തുക്കൾ വളരെ കൂടി വരുന്ന ഒരു അവസരമാണ് ഇത് നമ്മുടെ നാട്ടിൽ. നമുക്കതിനെ ഒരു പരിചയവും ഇല്ലാത്ത ഞാൻ കേട്ടത് പ്രായമായ ആർക്കും വലിയ പരിചയമില്ല. ഇപ്പൊ സ്റ്റാമ്പ്, MDMA ഇങ്ങനെ ഈ പേരുകളെല്ലാം നമ്മൾ കേൾക്കുന്നത് പത്രത്തിൽ കൂടി മാത്രമാണ്. അല്ലാതെ ഇതിനെപ്പറ്റി ഒരാൾക്ക് വലിയ അനുഭവമൊന്നുമില്ല. അത് നമ്മുടെ കുട്ടികളിൽ അടിമയാക്കുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് മാരകമാണ്, അത് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഈ നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിപ്പോ അറിയാവുന്ന ആൾക്കാരെ കൂടി നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ കേട്ടാവുന്ന ഇവിടെ പറഞ്ഞാൽ അത് കോർഡിനേറ്റ് ചെയ്ത് വാസ്കേട്ടൻ നിങ്ങളുടെ സമാപനം വാസ്കേട്ടൻ ചെയ്യും എന്നാണ് ആദ്യമായി ഞാൻ ശ്രീകുമാറിനും മൈക്കായി പറഞ്ഞത്. ഇവിടെ നീ ഇവിടെ ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഇരുന്ന് സംസാരിക്കല്ലേ? നമ്മളിപ്പോ എഴുന്നേറ്റിക്കണം. ഇപ്പൊ നേരത്തെ സതീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള എന്താ പറയുക, വീട്ടിൽ മദ്യപിച്ച് വരിക, അതുപോലെ തന്നെ ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക. ചില കുറച്ച് കാലങ്ങളിൽ ഞാനൊക്കെ ഒരു 10 വയസ്സ് 12 വയസ്സ് 15 വയസ്സുള്ള ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് ഈ കഞ്ചാവ് ബീഡി എന്ന് പറയുന്നൊരു സംഭവം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. കുറച്ച് ചെറുപ്പക്കാരൊക്കെ അതിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ വ്യക്തി ജീവിതത്തെയോ അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെയൊന്നും ബാധിക്കുന്ന രീതിയിൽ ആ രീതിയിൽ അതന്ന് വളർന്നിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ കുടുംബത്തിനോടും അങ്ങനെയുള്ളൊരു എല്ലാവർക്കും ഒരു കമ്മിറ്റ്മെൻറ്റും, വീട്ടിൽ അച്ഛനമ്മ സഹോദരങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധങ്ങളൊക്കെ അന്ന് നല്ല രീതിയിൽ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. വളരെ അപൂർവം ചില ആൾക്കാർ പക്ഷേ അതിനടിമപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ ഒരു +2 ടീച്ചറാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ സ്കൂളുകളിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ 16 വയസ്സിലും 15 വയസ്സിലും ഉള്ള കുട്ടികൾ പ്രത്യേകതരം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഏത് നേരവും ഇങ്ങനെ ഈ ചവച്ച് ഫുൾ ടൈം ചവച്ചിരിക്കുകയാണ്. കുട്ടികളോട് നമുക്ക് എന്തെങ്കിലും ടീച്ചർ പറഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസം പ്രശ്നങ്ങളായി. അപ്പോൾ വീട്ടുകാർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല വീട്ടിലും വരുന്നത്. ഇപ്പം വൈഫിൻ്റെ സ്കൂളിൽ വൈഫ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തോക്കായിട്ടൊരു കുട്ടി അവിടെ 2 കൊല്ലം പഠിച്ചു പോയ കുട്ടിയാണ്. മാക്സിമം ഒരു 19 വയസ്സായി ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നൊരു അധ്യാപകൻ ഒരു തൊപ്പി ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചു എന്നുള്ള കാരണം പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മാഷ് അന്വേഷിച്ചിട്ട് തോക്കായിട്ട് വരികയാണ്. അപ്പോൾ ഈ കുട്ടിയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനത്തരം മാരകമായ ലഹരിക്ക് അടിമപ്പെടുകയാണ്. അതെങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളുകളുടെ മുമ്പിലും ചുറ്റുമുള്ള ഈ ചെറിയ ചെറിയ കടകളിലും അതുപോലെ തന്നെ ഈ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മിഠായികളും അങ്ങനെയൊക്കെ കൊടുത്ത് ആ കുട്ടികളെ പതുക്കെ പൈസ ആവശ്യം വരും. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അതിപ്രസരം മൂലം ഈ കുട്ടികൾ ഈ കുറേ ഗെയിമുകൾ ഇപ്പോൾ ഒരു വലിയൊരു അഡിക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മദ്യത്തിനായിട്ടും അല്ലെങ്കിൽ സ്റ്റാമ്പിനൊക്കെ വലിയൊരു ഗെയിമുകൾ കുട്ടികൾക്ക് ഭയങ്കര അഡിക്റ്റ്. രാത്രി 12 മണി കഴിഞ്ഞാൽ കൊല്ല് ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ബഹളം കേൾക്കാം. എന്താണെങ്കിൽ വീട്ടുകാർ അങ്ങോട്ട് വല്ല വഴക്കാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയൊറ്റയ്ക്കുള്ള മൊബൈലിലാണ് സംസാരിക്കുന്നത്, മറ്റേ വേറെ സ്ഥലത്തിരുന്നിട്ടാണ് കളിക്കുന്നത്.
അതൊരു അഡിക്റ്റായിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ കുട്ടികൾ ഇരിക്കുക, നേരം വെളുത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ഇരുന്ന് മുഴുവൻ സമയം ഉറങ്ങുക. അങ്ങനെ നമ്മൾ പണ്ടൊന്നും കേൾക്കാത്ത രീതിയിലുള്ള കുട്ടികൾ പണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഒരു വഴക്കൂടാൻ പോകും, തല്ലുകൂടാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്ന് അവർ ആരുടെ അടുത്തും സംസാരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തനമാണ്, ഒരു ചെറുപ്പക്കാരനെ പോലും ഒരു പൊതുപ്രവർത്തനത്തിനോ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ ഒരൊറ്റ കുട്ടികൾ പോലും വരുന്നില്ല. അത് രാഷ്ട്രീയത്തോട് എതിർപ്പോ അല്ലെങ്കിൽ അവർക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. അവരിതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവരാകെ ചിന്തിക്കുന്നത് ഈ മൊബൈലിൽ നോക്കി അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിലൊരു ലഹരിയുടെ ഒരു അടിമ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അതിന് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികളെ കുറേശ്ശൊക്കെ പുറത്തേക്ക് വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ കയറില്ലാണ്ട് കെട്ടിയിടുന്ന മാതിരിയുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വിടണം. തീരെ വിടാതിരിക്കുകയും ചെയ്യരുത്. എന്നാൽ നമ്മൾ അങ്ങോട്ട് അയച്ചു വിട്ട് കുട്ടികളെ എന്തെങ്കിലും സമയത്ത് വരട്ടെ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ കുട്ടികളുടെ എപ്പോഴും നമ്മുടെ ഒരു കണ്ണവിടെ ഉണ്ടാവുക. വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വീട്ടിൽ വന്നാൽ അമ്മമാരാണെങ്കിൽ അമ്മമാരായിരിക്കും കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാവും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളും ആ ദിവസത്തെ എല്ലാം കുട്ടികളായിട്ടൊന്ന് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്താൽ ഒരു പരിധിവരെ കുട്ടികൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ കുറഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാവും. അങ്ങനെ വന്നാൽ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ കുട്ടീനെ എന്തെങ്കിലും രീതിയിൽ അബ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുത്താൽ കുട്ടി അന്ന് വൈകുന്നേരം നമ്മളടുത്ത് വന്ന് പറഞ്ഞാൽ നമുക്കതിന് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഇത് നമ്മളെ കുട്ടിയായിട്ട് സംസാരിക്കുന്നില്ല. കുട്ടി 1 മാസം 2 മാസം കഴിഞ്ഞ് കുട്ടി അതിനോട് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവരെ വിളിച്ചു വരുത്തുന്ന വെച്ചാൽ സാധിക്കില്ല. അപ്പം നമ്മൾ മാതാപിതാക്കന്മാരും അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ആൾക്കാരും കുട്ടികളെ ചെറുപ്പം തൊട്ടേ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടേ നമ്മളവരെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നീ പഠിച്ചില്ല എന്ന് പറയുന്നതിന് ഉപരി അവർക്ക് നന്നായിട്ട് പഠിച്ച് നല്ല ലെവലിലേക്ക് എത്തിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള മോട്ടിവേഷൻ അവരങ്ങനെയായി നിന്നതായതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ കുട്ടികളെ പതുക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ നീ പഠിച്ചില്ല, മറ്റാളുടെ മാർക്ക് നിനക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പിറ്റേ ദിവസം നമ്മളോടൊന്നും പറയില്ല. ആ സ്ഥാനത്ത് നന്നായി നല്ല രീതിയിലായ ഒരാളുടെ ഉദാഹരണങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ ആ രീതിയിലുള്ളൊരു ഇത് വരും. ഇത്തരം ലഹരിക്കൊന്നും അടിമപ്പെടാതെ അവർ നമ്മളുടെ വീട്ടിൽ നമ്മളോടോ ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിന് നമ്മളെല്ലാവരും കൂട്ടായി പ്രയത്നിച്ചാൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ. പിന്നെ നമ്മളും ഇപ്പോൾ അതിന് ഇത് ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്നുള്ളൊരു പരിചയമെടുക്കേണ്ടതുണ്ട്. അതിന് 100% ഞാൻ ഉത്തമനാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പരമാവധി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിനോടൊപ്പം ഞാനും ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് ആർക്കാണോ? ഹലോ, ഈ ചർച്ചയിൽ എല്ലാവരും പറയണല്ലോ വേറെ ഒന്നും കാണില്ല, അധികം സംസാരിക്കില്ല. ഒരു 2 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ശ്രീമാസ് സാർ പറഞ്ഞ പോലെ തന്നെ, തമ്പി പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന ഒരാളായിരുന്നു. നോർത്ത് ഈസ്റ്റ് സ്കൂളിലൊക്കെയാണ് പഠിച്ചിരുന്നത്, മിലിറ്ററി സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്. ആ സമയത്ത് ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ കയ്യിലാണ് ക്യാരിയേഴ്സ്. അവരെന്തെങ്കിലും സോക്സിന്റെ അടിയിലാണ് മൈക്രോവേവ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ടീമാര് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ സോക്സ് ഒരിക്കലും ചെക്ക് ചെയ്യാം. എന്തിനാണ് എന്റെ കാല് വീട്ടിലെ ചെരുപ്പ് വരുന്നത് ചോദിക്കവര്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാണാൻ നമുക്ക് കാലിന്റെ അടിയിൽ വെച്ചിട്ട് വരുന്നത് കാണാം. അപ്പൊ പല രീതിയിലും പല കുട്ടികളും പല രീതിയിലാണ് ക്ലാസ്സിലെത്തിക്കുന്നത്, ക്യാരിയേഴ്സ് ആയിട്ട് സംഭവങ്ങൾ എത്തിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അറിയണം ഇത് എന്താണ്. നമ്മളിപ്പോൾ കളിക്കാനൊരു ഗ്യാങ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വിട്ടു കഴിഞ്ഞാൽ ആ മക്കൾ കളിക്കുക തന്നെയാണോ, ഫുട്ബോൾ കളിക്കുക തന്നെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ കാലിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ട്രസ്റ്റ് ഓഫീസിലെ മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഒരു 5 കൊല്ലമായിട്ട് അതിന്റെ പിള്ളേർ റിട്ടയർ ആയതിനു ശേഷം. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ പല ആൾക്കാരും വിളിച്ചു പറയുന്നത്, നിങ്ങളെ 2 കുട്ടികൾ കൂടെ വന്നിട്ടുണ്ട്, അവര് മാവിന്റെ കിടക്കാൻ ഇരിക്കുന്നത്, കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, മാവിന്റെ കിടക്കി ഇരുന്നിട്ട് അവരെന്തോ സംസാരിക്കുന്നുണ്ട്, എന്തോ കഞ്ചാവൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സത്യമായിട്ട് അത് ഉണ്ടായത് തന്നെയാണ്. പോയിട്ടൊന്ന് നോക്കുമ്പോൾ കഞ്ചാവൊക്കെ ആയിരിക്കുമ്പോഴേ കയ്യോടെ പിടിക്കാൻ എനിക്ക് പറ്റി. ആ കുട്ടികൾ പിന്നെ വരുന്നത് കത്തി തോക്കായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ മാറ്റൊരു തൊപ്പി പിടിച്ചതിനെ ഇപ്പൊ ഈ രണ്ടാമത് ഈ തോക്ക് കൊണ്ട് 2 കൊല്ലത്തിന് ശേഷം വിവോദയ സ്കൂളിലേക്ക് വന്നതും നമ്മളെല്ലാവരും ഈ പത്രത്തിലൊക്കെ വായിച്ചൊരു കഥയല്ല, സംഭവമാണ്. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ,
അവർക്ക് വേണ്ടുന്ന ശ്രദ്ധ, സ്നേഹം കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. വീട്ടിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. വീട് തന്നെയാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം വീട്ടിലെ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോ നമ്മൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഇവര് ഞാൻ പറഞ്ഞല്ലോ, കളിക്കാൻ തന്നെയാണ് പോണേന്നുള്ളത് നോക്കുന്നത്. കളിക്കല്ല ചെയ്യുന്നത്. അവരവരുടെ കൂട്ടുകാരെ കഴിഞ്ഞ് വേറെ ആൾക്കാരെ കളിക്കുന്നുണ്ടാവും. ഇവരും അവരുടെ കിടക്കെ ഒളിച്ച് മാറി നിന്നിട്ട് ഈ കഞ്ചാവും ഇതൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും അടിമയാവാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വീട്ടുകാർ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വീട്ടില് സ്നേഹം കൊടുക്കുക. വീട്ടിൽ അതുപോലെ മദ്യം കഴിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ മദ്യം കഴിക്കുന്ന വീടുകളുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും ഒരു ഫാഷനായിരിക്കുകയാണ് മദ്യം അടിക്കുന്നത്. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യം അടിക്കുന്നത്. ഞാനൊക്കെ അടിക്കുക. ഞാനിപ്പോ കുറച്ച് നാളുകളായി കഴിക്കാൻ തുടങ്ങിയിട്ട് നീ ഒന്നും എന്നോട് ചോദിക്കണ്ട. എന്നാൽ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അവര് വേറൊരു ലെവലിലോ വേറെ വീട്ടിൽ കെട്ടാത്ത നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ കാണില്ല. അങ്ങനെ നമ്മൾ തന്നെ കുറെ മാതൃക പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇത് കൂടുതൽ ഞാൻ ചർച്ചയിലേക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറാണ്. സാറേ, നമുക്ക് 2 വാക്ക് പറയാൻ എല്ലാവരും ചർച്ചയിൽ ഒരു നീണ്ട ചർച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ട വന്നപ്പോൾ മറ്റേ അധികാരികമായിട്ട് പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ തമ്പി പറഞ്ഞ മാതിരി ആദ്യം ഇതിൻ്റെ നിർവചനം തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മൾ നോക്കുന്നത്. ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറി. പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് ഫാമിലിയായി. അച്ഛനമ്മ ആദ്യം, പിന്നെ രണ്ടാമത് അമ്മ ജോലിക്ക് പോകുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൺട്രോളിലായിരിക്കും. ഇപ്പോൾ അതുമില്ല. വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിനകത്ത് എന്താ ചെയ്യുന്നത് നമ്മൾ പോലെ ക്യാമറയൊക്കെ വെച്ച് നോക്കേണ്ടി വരും. എന്താണ് നടക്കുന്നവർ, എന്താ ചെയ്യുന്നത്, എന്തൊക്കെ ജോലികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്ന്. പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ലഹരി വിരുദ്ധ ദിനം നടത്തുന്നു, 2 പ്രതിജ്ഞ എടുക്കും. ഇതല്ലാണ്ട് വേറെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിന്നെ അവരുടെ എപ്പോഴും സൂക്ഷ്മമായ നിരീക്ഷണം നടത്താനുള്ള ഒരു സംവിധാനം നമുക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഒരുപാട് ഏരിയകളിൽ ഇത് പടർന്നു കഴിഞ്ഞു. നമ്മളിപ്പം പേപ്പറിൽ കാണുന്നത് എറണാകുളത്ത് ഒന്നരാടം, അധികം നമ്മൾ ആ ഏരിയ പറയുന്നില്ല, എന്നാലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഇത് ചെയ്യുന്ന പറയുകയാണ് സിനിമ ഫീൽഡിലുള്ളവരാണ് ഇപ്പം ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിന്നെ വേറൊരു സംവിധാനം, എനിക്ക് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ നിരോധിച്ചൊരു സാധനം ഹൻസ്, അത് അത്ര രൂക്ഷമായൊരു ലഹരി അല്ലെങ്കിലും അത് ഒരു ഉദ്യോഗസ്ഥൻ, ഇത് തടയേണ്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വിൽക്കുന്ന ആൾ അകത്ത് പോയിട്ട് മെല്ലെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് പാസ് ഓൺ ചെയ്യുന്നു. ഇത് തടയേണ്ട ആളാണ് അദ്ദേഹം. ആരാ ഉദ്യോഗസ്ഥനും പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവുകയും. അപ്പോൾ ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ലഹരി പുതിയ തലമുറയുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് തടയാനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ഒരു കൂട്ടായ സംരംഭം ഇതിനു വേണ്ടി ഉണ്ടാവണം എന്ന് എൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. അതിന് പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത്രയും മൈക്ക് നമുക്കൊരു ടീച്ചർ കിട്ടിയിട്ടുണ്ട്, ഗ്രേസി മോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടീച്ചർ കൂടെ വന്നിട്ടുണ്ട്. ടീച്ചർക്ക് 2 വാക്ക് പറയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. കത്തിലേക്ക് കിടക്കാം. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാപ്പ, പിന്നെ പ്രസിഡന്റ് സാറ്, ജെയിംസ് സാറ്, ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ വായനശാല തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരി
ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അറിയിക്കുന്നു.
ശരി